അദ്ദേഹം മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ഒരു ഭാര്യയുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കുരയ്ക്കുന്നത് ലിസ്റ്റിൽ? കൂടുതൽ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കാൻ കാശില്ലാത്തവരാ നിർമ്മാതാക്കളോ. മെജോറിറ്റി പേരേ ഉള്ളൂ. അത് നമ്മൾ അടക്കി ഭരിച്ച് ഒരു കാർന്നോർ അങ്ങനെ നിൽക്കുകയാണെങ്കിലോ. കാർന്നോരുടെ പേരെന്താണ്? രണ്ട് കാർന്നോന്മാരാണ് നമ്മുടെ അസോസിയേഷനിലുള്ളത്. ഇതൊരു അടച്ചിട്ട മുറിയിലാണെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും പെരുമാറുക? തീർത്ത് കളയുന്നു. വിജയ് ബാബുവിന് കമ്പനി കൊടുത്ത് ഞാൻ മാറി. ഞാൻ ആ കമ്പനിയെ കൊടുത്തിട്ടുള്ളൂ. സിനിമ എന്റെ പേരിലല്ല ചെയ്തേക്കുന്നത്. എന്റെ കുഞ്ഞിനെ, എന്റെ കൊച്ചിനെ ഞാൻ ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് വെച്ച് ഞാൻ അതിന്റെ അമ്മ അല്ലാതാവൂ? അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. തട്ടിപ്പലിശക്കാരുടെ ഏജന്റായി ലിസ്റ്റിൻ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇടാനുള്ള കാരണം എന്ത്? കാരണം ഇവിടെയുള്ള പല നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും അവർ ഇൻഡിവിജ്വലായി ചെയ്തിരുന്ന സിനിമകൾ, അതായത് ഇത് പൊതുസമൂഹത്തിന് അറിയാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ആസ്ഥാന ഗുണ്ടകളാണ് അവിടുത്തെ. മേശയിലടിച്ചൊക്കെ ഭയപ്പെടുത്തും. ആ ഭയപ്പെടുത്തുന്നതിന്റെ ഒരു കാഠിന്യം അറിയണമെങ്കിൽ ഇവർ അടിച്ച അടിയിൽ ആ മേശ ഒടിഞ്ഞുപോയി. അദ്ദേഹം ജനറൽ ബോഡിയിൽ വെച്ച് തന്നെ വേറൊരു നിർമ്മാതാവിന്റെ പോലീസ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ മോത്തൊക്കെ അടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവരൊന്നും പ്രൊഡ്യൂസേഴ്സ് ആവണ്ടല്ലോ, എല്ലാ ആക്ടേഴ്സാ. ഇന്നലെ ഭയങ്കര നാടകമായിരുന്നു. പിന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ സ്കൂട്ടറി തുടങ്ങിയത് തന്നെ. ഇട്ട് വരാൻ നിനക്ക് നാണമില്ലേ? നീ ഇനി മതത്തെയും കൂടെ വലിച്ചിടുവാണോ? ഇത് ഷോ ഓഫ് ആണോ അല്ലെ പട്ടി ഷോ ആണോ? കണ്ടിരുന്നു.